ഗൈസ്, സോ ഈദ് മുബാറക്. നമ്മളെ ഈദ് വ്ളോഗിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്. ആക്ച്വലി ഇന്ന് പെരുന്നാൾ രാവാണ്. നമ്മളൊന്ന് ജസ്റ്റ് പുറത്തൊക്കെ പോയി ചില്ല് ചെയ്ത് കുറച്ച് ചായയൊക്കെ കുടിച്ച് പിന്നെ നമുക്ക് എന്തൊക്കെ സാധനമൊക്കെ വാങ്ങേണ്ടത് അതൊക്കെ വാങ്ങിച്ചിട്ട് വരായിരിക്കാണ്. ഇരിങ്ങാടൻപുള്ളിയാണ് ആക്ച്വലി പ്ലാൻ ഉള്ളത്. ബട്ട് അവിടെ ഓപ്പൺ ആണോ എന്ന് അറിയില്ല. അവിടെ നേരത്തെ ക്ലോസ് ചെയ്യുന്നുണ്ടെന്നും പിന്നെ അവിടെ പ്രതിഷേധമൊക്കെ കഴിഞ്ഞതുകൊണ്ട് നേരത്തെ ക്ലോസ് ചെയ്യുന്നുണ്ടെന്നൊക്കെ കേട്ടത്. അപ്പോൾ നോക്കണം, പോയി നോക്കണം. നമ്മൾ സ്ഥിരം സ്പോട്ട് ചെയ്യണം. നോമ്പ് കഴിഞ്ഞപ്പോൾ അത് സിറ്റുവേഷൻസ് മാറിയതുകൊണ്ട് എന്താ കഥ അറിയില്ല. അപ്പോൾ ഇത് വലിയ വീഡിയോ ആണെങ്കിൽ ഇത് മാത്രം ഒരു വീഡിയോ ആയിട്ട് വരാം. അല്ലെങ്കിൽ പെരുന്നാളിൻ്റെ വീഡിയോയുടെ കൂടെ നിങ്ങൾ കമ്പൈൻ ചെയ്ത് ചെയ്യും കാണാം. സോ ഇത് പെരുന്നാളിൻ്റെ വീഡിയോയുടെ കൂടെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ബാക്കി പെരുന്നാളിൻ്റെ കഥകളും ഉണ്ടാവും. സോ സ്റ്റേ ട്യൂൺഡ്. നമ്മളപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഓൾമോസ്റ്റ് 10 മണി അറൗണ്ട് ഞാൻ അയക്കുന്ന രാത്രി. അങ്ങനെ നെച്ചുവിന് മൈലാഞ്ചി ഇട്ട് കൊടുക്കാണ്ടിന് അത് കഴിഞ്ഞിട്ട് ഇറങ്ങി. നമ്മൾ നേരെ ഇരിങ്ങാടൻപള്ളി പോയി നോക്കി. പക്ഷേ അവിടെ ഫുൾ ക്ലോസ്ഡ് ആയിട്ടാണ് ഉണ്ടായിനെ, ഒന്നും ഓപ്പൺ അല്ലേനു. അങ്ങനെ പിന്നെ നേരെ FND ഷവർമയിൽ പോയി. നമ്മളെ വെള്ളിമാടുകുന്നുള്ള അവിടെ ആകുമ്പോഴും എല്ലാം തീർന്നിക്കണം. പിന്നെ ഫ്രൈഡ് ചിക്കനും ചായയൊക്കെ വാങ്ങിച്ച് അങ്ങനെ കഥയൊക്കെ പറഞ്ഞിരുന്നു. നെച്ചുവിൻ്റെ കയ്യിൽ മൈലാഞ്ചി കാണുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഡേ സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് എന്തൊക്കെ സാധനമൊക്കെ വാങ്ങിക്കാണ്ടിരുന്നു. അപ്പോൾ നമ്മൾ ഒന്ന് MRലൊക്കെ കയറി സാധനമൊക്കെ വാങ്ങിച്ച് അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് വന്ന് ഓൾമോസ്റ്റ് ഒരു വെള്ളമൊക്കെ കാണുമ്പോഴത്തേക്കൊക്കെ വീട്ടിലെത്തി. അപ്പോൾ ഇതാണ് പെരുന്നാരാവിൻ്റെ കഥകൾ. വളരെ കുഞ്ഞു വീഡിയോ ആണ്. പ്രതീക്ഷിച്ച പോലെ ഒന്നും നടന്നില്ല. കോവിഡ് ഫുള്ള് ക്ലോസ് ആയിട്ടാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഇനിയിപ്പം പെരുന്നാളിൻ്റെ വീഡിയോയ്ക്ക് ബാക്കി വരാം. അപ്പോൾ അതെല്ലാം നിങ്ങൾ കണ്ടോളി. ആൻഡ് ഫൈനലി ഇറ്റ്സ് ഈദ് ഡേ ഗായ്സ്. രാവിലെ 6 മണിക്ക് എണീറ്റു. ആൻഡ് കയ്യിൽ മൈലാഞ്ചിൻ്റെ സ്റ്റെയിനൊക്കെ രാവിലെ തിരക്കിട്ടുമ്പോൾ ചായൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ചിക്കൻ റോൾ ഉണ്ടാക്കുന്നുണ്ട്, അതുപോലെ കടലപ്പരിപ്പിൻ്റെ കേക്ക് ഉണ്ടാക്കിയിട്ട് പിന്നെ ചായയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. എല്ലാവരും രാവിലെ എണീറ്റ് കുളിച്ച് ഫ്രഷായി വന്നിട്ട് നേരെ ചായയൊക്കെ കുടിച്ച് റെഡി ആവുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. ഇനി ഞാൻ കാര്യമായിട്ട് വർത്താനൊന്നും പറയുന്നില്ല. ദിസ് ഇസ് മീ ഗെറ്റിംഗ് റെഡി ആൻഡ് ദാറ്റ് ഈസ് നെച്ചു. നമ്മൾ പള്ളിയിലേക്ക് പോവുകയാണ്. ചെടിറ്റി പള്ളിയിലാണ് പോണത്. ഏർക്ക നിസ്കാരം. അപ്പം ഇനി ഞാൻ ബാക്കിയൊന്നും പറഞ്ഞില്ല. ബാക്കി നിങ്ങൾ അങ്ങനെ അങ്ങോട്ട് കണ്ടോളി. പടച്ചവനെ പുറത്തു തരണമേ എന്നായിരുന്നു കഴിഞ്ഞു. അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഫോട്ടോഷൂട്ടൊക്കെ ചെടിറ്റിന്ന് തന്നെ കഴിഞ്ഞ് നമ്മൾ നേരെ തറവാട്ടിലേക്ക് പോവുകയാണ്. ആദ്യം മക്കൾ കൊടുക്കാനുള്ള പെരുന്നാൾ പൈസ ATM എടുത്തിട്ട് അവിടെ പോകാൻ പറ്റില്ല. മക്കൾ കച്ചറ ഉണ്ടാക്കും. നേരെ തറവാട്ടിൽ പോയി. തറവാട്ടിൽ എല്ലാവരും ഉണ്ട്, ലൈക്ക് കസിൻസ് ഒക്കെ ഉണ്ട്. ഭയങ്കര ഫണ്ണാണ് തറവാട്ടിൽ പോയി കഴിഞ്ഞാൽ. ഹായ് ഗോയ്സ്, നിങ്ങളെന്തെങ്കിലും വലിയാളിന്ന് ബാക്കോട്ട്. തറവാട്ടിലേക്ക് പോകണത് തന്നെ അവിടുത്തെ അടിപൊളി സാധനങ്ങൾ തിന്നാൻ വേണ്ടിയിട്ടാണ്. വല്യമ്മേൻ്റെ ഒക്കെ ചട്ടിപ്പത്തിരി, അതുപോലെ കോയട, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ തിന്നാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകണം തന്നെ. എല്ലാവരും കൂടി ഒന്നായിട്ട് ഇന്ന് ചായയൊക്കെ കുടിച്ചു. പക്ഷേ ചെറിയൊരു പണി വാളിയിട്ടുണ്ട്. നമ്മളെ കാർ അവിടുന്ന് ബ്രേക്ക് ഡൗൺ ആയി. അപ്പോൾ പിന്നെ വേറെ വഴിയില്ലാണ്ട് എളാമൻ്റെ സ്കൂട്ടർ എടുത്ത് വീട്ടിലേക്ക് വരേണ്ടി വന്നു. കാരണം നമുക്കിന്ന് ഗസ്റ്റ് വരുന്നുണ്ട്. എൻ്റെ ഫ്രണ്ട്സ് ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഫുഡൊക്കെ ഉണ്ടാക്കാണ്ടിരുന്നു. വേഗം തിരിച്ച് വന്നിട്ടുണ്ട്. ഉമ്മ നല്ല ലഗോൺ ബിരിയാണിയാണ് ഉണ്ടാക്കിയത്. അതിൻ്റെ കൂടെ ബീഫ് പൊരിച്ചതും ചിക്കൻ പൊരിച്ചതും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ഫുഡ് അമ്മ ഉണ്ടാക്കി. അതൊക്കെ നിങ്ങൾ അങ്ങനെ തന്നെ കണ്ടോളി. നല്ല രസമുണ്ട്. പിന്നെ ഞാൻ അത് സെറ്റിലാങ്ങി നോക്കി നോക്ക്. ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും ഒന്നും കൂടി ടച്ചപ്സ് ഒക്കെ ചെയ്ത് ഞാനും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഒരു എത്നിക് വെയർ ഒക്കെ ഇട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ റേൻ്റെ വീട്ടിലേക്ക് പോയി. ഇവരൊക്കെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഞാൻ നെച്ചുവിനെയും കൂട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ രണ്ടാളും കൂടി റേൻ്റെ വീട്ടിലേക്കും പോവാണ്. അവിടെ നമുക്ക് ഇനി ആൾക്കാരെ കാണാനുണ്ടല്ലോ. പെരുന്നാൾ നമുക്ക് കുറേ ആൾക്കാരെ കണ്ടതാ. ഇവരിതാ കാറൊക്കെ കയറ്റി വിട്ട് ഓരോ പോയി. നമ്മൾ നേരെ ബസ്സും കയറിയിട്ട് 2 സ്റ്റോപ്പ് അപ്പുറത്തുള്ള റേൻ്റെ വീട്ടിലേക്ക് പോയി. ഉണ്ട്, നമുക്ക് പനിയാണ്. അവിടുന്ന് കുറേ തിരിച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് തിരിച്ച് വീട്ടിലേക്ക് വന്ന് വീട്ടിൽ വന്നപ്പോൾ മാമനും മാമിയൊക്കെ ഉണ്ട്. ഒരു മേലേന്ന് ഉബ്ദാണ് ടൊപ്പൻ്റെ പച്ചക്കറി ഗാർഡൻ നമ്മളെ ടെറസിൻ്റെ മേലെ. അവിടുന്നാണ് നമ്മൾ സ്ഥിരമായിട്ട് ഫോട്ടോഷൂട്ടൊക്കെ എടുക്കുന്നത്. അപ്പോൾ അവർക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കൊടുത്ത് പിന്നെ രാത്രി നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കുറേ റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ പോയി. അവിടെ നിന്നൊക്കെ കുറേ ഡെസേർട്സും സാധനങ്ങളൊക്കെ കഴിച്ച് അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്ത്
പിന്നെ നമ്മൾ നേരെ പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് വിനായികയിലാണ് പോയത്. സോയിനും നമ്മൾ കൂടെ കൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോമ്പ് കഴിഞ്ഞാൽ പിന്നെ ഒരു ദോശ തിന്നൽ നിർബന്ധമാണ്. കാരണം നോമ്പിന് ഫുള്ള് നമ്മൾ ചിക്കനും ഫിഷൊക്കെ കഴിച്ചിട്ടേ പിന്നെ ഒരു ദോശ തിന്നാലും പൂതി വന്ന് അങ്ങനെ എല്ലാവരും കൂടി ദോശയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് കയറി. ദിസ് ഈസ് ഓൾ അബൌട്ട് അവർ ഈ ഡേ. സോ ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വീഡിയോ. ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. വേറെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടൊന്നുമില്ല. ഐ വാസ് ടു ടയർഡ്. കാരണം അടുത്തൊരാഴ്ചത്തേക്ക് എന്നെ കിടത്തിയ പനീൻ്റെ തുടക്കം പെരുന്നാളിൻ്റെ അന്നേനും ഉമ്മയും ചെയ്ത നല്ല കപ്പിൾ വൈബിൽ കൈയൊക്കെ പിടിച്ച് പോകുന്നൊക്കെ ഉണ്ട്. ഐ ഹോപ്പ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫാമിലി ഫ്രണ്ട്സിൽ എല്ലാവർക്കും അയച്ചു കൊടുക്കുക. സ്റ്റേ ട്യൂൺ ഫോർ മോർ ഫൺ ആൻഡ് ആക്റ്റീവ് കോണ്ടന്റ്. ബൈ ബൈ. ടൂഡേഴ്സ്.